ഹലോ ഗൈസ്, ഡാർക്ക് വൈബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജിയിൽ ഈ അടുത്ത് നടന്ന ഇറാൻ ഈജിപ്ത് മത്സരത്തിലെ ഓഫ് സൈഡ് വിവാദം, ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഓഫ് സൈഡ് ആയിരുന്നില്ല, ഇറാനെതിരെയുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നൊക്കെ പലരും പോസ്റ്റിലൂടെയും കമൻറ്റിലൂടെയൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഓഫ് സൈഡ് ഡിസിഷൻ കൃത്യമായിരുന്നോ, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കാദ്യം ആ ഒരു മത്സരത്തിൻ്റെ ഒരു ഏകദേശ രൂപം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാം. മത്സരം ആരംഭിച്ചിട്ട് വെറും 5-ാം മിനിറ്റിലായിരുന്നു ഈജിപ്ത് താരം മുഹമ്മദ് സാബിർ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. എന്നാൽ വെറും 14-ാം മിനിറ്റിൽ തന്നെ ഇറാൻ്റെ റാമിൻ സയ്യാൻ ഒരു മനോഹരമായിട്ടുള്ള ഗോൾ സ്കോർ ചെയ്തിട്ട് സ്കോർ 1-1 എന്ന നിലയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് മത്സരം അതിവാശിയായിട്ടുള്ള ഒരു രീതിയിലേക്കൊക്കെ കടന്നെങ്കിലും നിർദ്ദിഷ്ട 90 മിനിറ്റുകളും ഈ ഒരു സമനിലയിൽ തന്നെ തുടരുന്നു. സമയം ഏതാണ്ട് 94 മിനിറ്റിൽ എത്തി നിൽക്കുമ്പോഴാണ്, അതായത് ഇഞ്ചുറി ടൈമിൻ്റെ അവസാന സമയത്താണ് വിവാദപരമായിട്ടുള്ള ആ ഒരു ഗോൾ പിറക്കുന്നത്. അപ്പോൾ ഈ അവസാന സമയത്ത് ഇറാൻ്റെ ഒരു അറ്റാക്കിംഗ് ടൈമിൽ ബോൾ ബോക്സിലേക്ക് എത്തുന്നു. ആദ്യ കിക്കിൽ ഈ ബോൾ ഈജിപ്ത് ഗോളി തടുക്കുന്നു. തുടർന്ന് ഈ ബോൾ റീബൗണ്ട് ചെയ്ത് വരുമ്പോൾ ഇറാൻ താരം ഖലീൽ സാദെ ഈ ബോൾ വലയിൽ എത്തിക്കുവാനുണ്ടായത്. അപ്പോൾ ആദ്യം ഈ ഗോള് റഫറി പരിഗണിച്ചെങ്കിലും തുടർന്ന് വാർ ചെക്കിങ്ങിൽ ഇത് ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തുകയും ആ ഒരു ഗോള് നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇനി ഈ ഒരു ഗോളിൻ്റെ നിയമവശത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും വരാം. യഥാർത്ഥത്തിൽ അതൊരു കൃത്യമായിട്ടുള്ള ഓഫ് സൈഡ് തന്നെയായിരുന്നു. പലർക്കും ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാവാനുള്ള കാരണം, ആ ഒരു ഗോൾ പോസ്റ്റിനടുത്ത് ഏറ്റവും പുറകിലായിട്ട് ഈജിപ്ത് ടീമിൻ്റെ ഒരു പ്ലെയർ അവിടെ നിന്നിരുന്നു എന്നുള്ളതാണ്. പലരും നോർമലായിട്ട് ഈ ഓഫ് സൈഡ് ഡിസിഷൻ കണക്ക് കൂട്ടുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്നത് ഇപ്പോൾ ആ ഒരു ടീമിൻ്റെ, അതായത് ഈജിപ്ത് ടീമിൻ്റെ ഏറ്റവും അവസാന ഡിഫൻഡർ ആയിരിക്കും ഈ ഓഫ് സൈഡ് നിർണ്ണയിക്കുന്നത് എന്നാണ്. ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്ന ഡിഫൻഡറെ മറികടന്നുകൊണ്ട് ഇറാൻ്റെ പ്ലെയർ നിൽക്കുകയും ആ ഒരു പ്ലെയർക്ക് കൃത്യമായിട്ട് ബോള് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഓഫ് സൈഡ് ഉണ്ടാവുന്നത് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഫുട്ബോൾ നിയമങ്ങളിൽ പറയുന്നത് അങ്ങനെയല്ല. അവിടെ കൃത്യമായിട്ടുള്ള ഒരു നിർവചനമുണ്ട്. ആ ഒരു ടീമിൻ്റെ അവസാനത്തെ 2 പ്രതിരോധ കളിക്കാരൻ എന്നാണ് അവിടെയുള്ള ഒരു നിർവചനം. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യം ബോധ്യപ്പെടും. അതായത് ഗോൾ കീപ്പർ ആ ഒരു ഗോൾ കീപ്പറുടെ പൊസിഷനിൽ നിൽക്കുന്നു, ഡിഫൻഡറുടെ പൊസിഷനിലും. അവസാന 2 ഡിഫൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊന്ന് ഗോൾ കീപ്പറാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗോൾ കീപ്പർ തൊട്ടു മുന്നിലുള്ള ഡിഫൻഡറെയും കടന്ന് മുന്നോട്ട് കയറുമ്പോൾ അവിടെ സെക്കൻഡ് ലാസ്റ്റ് ഡിഫൻഡർ ആ ഗോൾ കീപ്പറാണ്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ ഗോൾ കീപ്പറെ എങ്ങനെ കണക്ക് കൂട്ടുന്നുവോ അതേപോലെ ഈ ഡിഫൻഡറെയും കണക്ക് കൂട്ടിയാൽ മതി. അതുപോലെ അവസാന ഡിഫൻഡറെ നമ്മൾ എങ്ങനെയാണ് കാണാറ്, ആ ഒരു പൊസിഷനിൽ ഈ ഗോൾ കീപ്പറെയും കാണേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഈ സാഹചര്യത്തിൽ ഈ ഗോൾ കീപ്പർ മുന്നിലോട്ട് കയറി വരുമ്പോൾ അവിടെ ഓഫ് ലൈൻ നിർണ്ണയിക്കുന്നത് ആ ഒരു ഗോൾ കീപ്പറുടെ ലെവലിലുള്ള ഒരു സാങ്കല്പിക ലൈൻ ഉപയോഗിച്ചാണ്. എന്ന് വെച്ചാൽ അവസാന 2 ഡിഫൻഡേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഗോൾ കീപ്പർ ആവാം, അല്ലെങ്കിൽ സ്ട്രൈക്കറോ മിഡ്ഫീൽഡറോ ആരുമാവാം. ഈ ഓഫ് ലൈൻ ഡിസിഷൻ ലൈനിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് എതിർ ടീമിലെ സെക്കൻഡ് ലാസ്റ്റ് പ്ലെയർ, മിക്കപ്പോഴും അത് ആ ടീമിലെ അവസാന ഡിഫൻഡർ തന്നെ ആയിരിക്കും. ആ പ്ലെയർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഒരു സാങ്കല്പിക ലൈൻ ഉണ്ടായിരിക്കും. ആ ലൈനിലായിരിക്കും എപ്പോഴും ലൈൻ എംപയർ അല്ലെങ്കിൽ ലൈനിൽ ഉള്ള റഫറി എപ്പോഴും നിൽക്കുന്നത്. ആ ഒരു പ്ലെയർ ഏത് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടെല്ലാം ഈ ഒരു റഫറിയും മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈനെ അതിക്രമിച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പാസ് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഓഫ് സൈഡ് വരുന്നത്. പ്ലെയർ ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് അത് ഓഫ് സൈഡ് ആണെന്ന് പറയാൻ കഴിയില്ല. ആ ഒരു പ്ലെയർക്ക് പാസ് കൈമാറിയാലോ അല്ലെങ്കിൽ അയാൾ ഈ കളിയിൽ ഇടപെട്ടാലോ അല്ലെങ്കിൽ ആ ഒരു പ്ലെയറെ കൊണ്ട് ഈ കളിയിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് റഫറി അവിടെ ഓഫ് സൈഡായിട്ട് വിളിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലളിതമായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവസാന 2 പ്രതിരോധ താരങ്ങൾ എന്ന് പറയുമ്പോൾ 2 പ്ലെയേഴ്സ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് അവിടെ വാർ പരിശോധനയിലൂടെ അത് കൃത്യമായിട്ടുള്ള ഓഫ് സൈഡ് ഡിസിഷനായിട്ട് കണക്ക് കൂട്ടിയത്. അപ്പോൾ എന്തായാലും ഇത് ഗോളല്ല എന്ന് തീരുമാനിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കളി അവിടെ അവസാനിക്കുകയാണ്. 1-1 എന്നുള്ള സമനില ഈ ഒരു കളിയുടെ റിസൾട്ടായിട്ട് മാറുന്നു. ഇതോടുകൂടി ഇറാൻ 3 കളിയിലും സമനില നേടിയിട്ട് 3 പോയിൻ്റോടുകൂടി
മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയാണ്. പക്ഷേ ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനക്കാരായിട്ടുള്ള 8 ടീമുകളെ ഇത്തവണ പരിഗണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു മികച്ച 8 ടീമിൽ ഉൾപ്പെടാൻ ഇറാന് കഴിയുന്നില്ല. അതോടെ ഇറാൻ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഇതാണ് ഇറാൻ ഈജിപ്ത് മത്സരവുമായി ബന്ധപ്പെട്ട ഓഫ് സൈഡ് ഡിസിഷനുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു വിവാദവും അതിൻ്റെ യാഥാർത്ഥ്യവും. അപ്പോൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കുറച്ച് റയർ വിശേഷങ്ങളുമായിട്ട് 2-3 വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.